ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ തന്നെ നമ്മുടെ എലമെൻറ്റ്സ് 1 നിന്ന് വന്നിട്ടുള്ള കാർബോറൈൻസിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ് ആ ഒരു ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. ഒരു എസ്സേ പാർട്ടും ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എസ്സേ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എസ്സേ എന്ന് പറഞ്ഞാൽ ഹൗ ഡു യു പ്രിപ്പയർ ഡിഫറെൻറ്റ് ഐസോമേഴ്സ് ഓഫ് ഡൈകാർബ ക്ലോസോ ഡോഡെക്ക ബുറൈൻ 12 ആൻഡ് കമൻറ്റ് ഓൺ ദ അസിഡിറ്റി ഓഫ് ഹൈഡ്രജൻ പ്രസൻറ്റ് ഇൻ കാർബോറൈൻസ്. അതായത് നമുക്ക് അറിയാം ഡൈകാർബ ക്ലോസോ ഡോഡെക്ക ബുറൈൻ അഥവാ C2B10H12 നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ അറിയാം. അതിൻ്റെ ഡിഫറെൻറ്റ് ഐസോമേഴ്സിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചത്. അതായത് ഇതിന് മേജറായിട്ട് 3 ഡിഫറെൻറ്റ് ഐസോമേഴ്സ് ആണുള്ളത്: ഓർത്തോ ആൻഡ് മെറ്റ ആൻഡ് പാര. ഇത് നമ്മൾ ഓർത്തോ മെറ്റ പാര എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. അതിൽ 2 കാർബൺ ആണുള്ളത്. അതായത് ഈ കാർബോറൈനിൽ, അതായത് C2B10H12 എന്നാണ് ഇതിൻ്റെ കെമിക്കൽ ഫോർമുല. അപ്പോൾ ഈ 2 കാർബണിനെ നമ്മൾ ഏതൊക്കെ പൊസിഷനിലാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ ഒരു പൊസിഷൻ വെച്ചിട്ടാണ് നമ്മളിതിനെ ഓർത്തോ മെറ്റ പാര എന്നൊക്കെ നെയിമിങ് കൊടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ കാർബൺ 1 പൊസിഷനിലും 2 പൊസിഷനിലാണെങ്കിൽ നമ്മൾ അതിന് ഓർത്തോ എന്ന് പറയും. അതുപോലെ 1,7 നമ്മൾ മെറ്റ എന്ന് പറയും. 1,12 നമ്മൾ പാര എന്നും പറയും. ഇതിന് നമ്മളിനി പ്രിപ്പയർ ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ ഓർത്തോ ഐസോമറിനെയാണ് പ്രിപ്പയർ ചെയ്യണത്, അതായത് 1,2 ഐസോമർ. ഓർത്തോ കാർബോറൈനെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നമ്മളൊരു അഡക്റ്റ് ഫോം ചെയ്യിപ്പിക്കണം. അതായത് നമ്മുടെ കാർബോറൈൻ ഡെക്കാബൊറൈൻ 14 വെച്ചിട്ടാണ് നമ്മൾ റിയാക്ഷൻ നടത്തുന്നത്. തുടക്കത്തിൽ B10H14 വെച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് ഒരു അഡക്റ്റ് ഫോം ചെയ്യാണ്. ഈ ഒരു അഡക്റ്റ് ഫോം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു അസറ്റൈലീൻ പോലത്തെ ഒരു ആൽക്കൈൻ വെച്ചിട്ട് നമ്മളിതിനെ റിയാക്ട് ചെയ്യിപ്പിക്കണം ഈ ഒരു അഡക്റ്റിന്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു അഡക്റ്റ് നമുക്ക് ഓർത്തോ ഐസോമറിനെ തരും. അപ്പോൾ അത് ഇക്കോസാഹെഡ്രൽ കേജിലേക്ക് മാറും ആ ഒരു ഫോം. പിന്നെ നമ്മൾ എന്തിനാണ് ആൽക്കൈനായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയെന്ന് ചോദിച്ചാൽ ഈ ഒരു 2 കാർബൺസ് ഉണ്ട്. ഈ 2 കാർബൺസിന് നമ്മൾ ആ ഒരു ഇക്കോസാഹെഡ്രൽ കേജിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസറ്റൈലീൻ പോലത്തെ ഗ്യാസ് നമ്മൾ യൂസ് ചെയ്യണത്. അങ്ങനെ നമുക്ക് B10H12 ACT2 twice പ്ലസ് അസറ്റൈലീൻ ഗീവ്സ് എന്താ C2B10H12. അതാണ് നമ്മളെ ഓർത്തോ ഐസോമർ കിട്ടി നമുക്ക്. ഇനി നമ്മൾ ഈ കിട്ടുന്ന പ്രൊഡക്റ്റ്, അതായത് ഈ ഒരു ഓർത്തോ ഐസോമറിനെ നമ്മൾ ഹൈ യിൽഡിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് വേണമെങ്കിൽ സിൽവറായിട്ട് കാറ്റലിസ്റ്റിനെ യൂസ് ചെയ്യാം. സെക്കൻഡ് ആയിട്ടുള്ള നമ്മുടെ ഐസോമറാണ് മെറ്റ ഐസോമർ, മെറ്റ കാർബോറൈൻ. അഥവാ മെറ്റയിൽ കാർബണിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 1ലും 7ലുമാണ്. മെറ്റ കാർബോറൈൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഓർത്തോ കാർബോറൈനെ നമ്മൾ തെർമലി അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മെറ്റ കാർബോറൈനെ പ്രിപ്പയർ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഈയൊരു ദിസ് പ്രോസസ് ഈസ് പോസിബിൾ ബിക്കോസ് ഇൻ ജനറൽ കാർബോറൈൻ ഐസോമർ വിത്ത് നോൺ അഡ്ജസൻറ്റ് കാർബൺ ആറ്റംസ് ആർ മോർ തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ. അതായത് മറ്റേത് 1,2ലായിരുന്നു, 1 പൊസിഷനിലും 2 പൊസിഷനിലും ആയിരുന്നു ഓർത്തോ കാർബോറൈൻ്റെ കാർബൺ കിടന്നിരുന്നത്. ഇത് കുറച്ച് ഡിസ്റ്റൻസിലാണ്, 1ലും 7ലുമാണ്. അതുകൊണ്ട് തന്നെ കാർബൺ ആറ്റംസ് നോൺ അഡ്ജസൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റ് മോർ സ്റ്റേബിൾ ആണെന്നാണ് പറയുന്നത്, തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഓർത്തോ കാർബോറൈനെ ആദ്യം പ്രിപ്പയർ ചെയ്ത പോലെ തന്നെ പ്രിപ്പയർ ചെയ്യാണ്. ഇനി കിട്ടിയ ഓർത്തോ കാർബോറൈനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, മെറ്റ കാർബോറൈനെ പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൽ നമ്മൾ കാർബോറൈൻ, അതായത് ഓർത്തോ കാർബോറൈൻ നമ്മൾ ഹീറ്റ് ചെയ്യിപ്പിക്കുകയാണ് അറ്റ് ടെമ്പറേച്ചർ ബിറ്റ്വീൻ 400 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 500 ഡിഗ്രി സെൽഷ്യസ്. എക്സാക്ട്ലി 470 എന്തോ ആണ് പറയണത്. ഒരു ഇനോട്ട് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഓർത്തോ കാർബോറൈനെ ഹീറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മെറ്റ കാർബോറൈനായിട്ടുള്ള 17C2B10H12 കിട്ടും. ഈ ഒരു മെറ്റ കാർബോറൈൻ എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന 2 കാർബൺ ആറ്റംസ് മൈഗ്രേറ്റ് ചെയ്തിട്ട് ആ ഒരു ഇക്കോസാഹെഡ്രൽ കേജിൻ്റെ സ്ട്രക്ചറിൽ പോയിട്ട് പൊസിഷൻ മാറി നിൽക്കുകയാണ്. അപ്പോഴാണ് 1,2 ഉള്ളത് 1,7 ആവണത്. ഈ മെറ്റ ഐസോമറാണ് മറ്റേ ഓർത്തോനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ സ്റ്റേബിൾ. പിന്നെ മൂന്നാമത്തേതാണ് പാരാകാർബോറൈൻ. പാരാകാർബോറൈനിൽ കാർബണിൻ്റെ പൊസിഷൻ 1ലും 12ലുമാണ്.
അതുകൊണ്ട് ഇതിനെ 1,2 ഐസോമർ എന്ന് പറയാം. പാരാ കാർബോറൈൻ എന്ത് തെർമോഡൈനാമിക്കലി ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള കാർബോറൈന് പാരാ കാർബോറൈൻ ആണ്. കാരണം ഇതിൻ്റെ 2 കാർബൺസും ഒന്ന് 1-ലും ഒന്ന് 12-ലുമാണ്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഭാഗത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഓൾമോസ്റ്റ് ഈക്വലി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇക്കോസാഹെഡ്രൺ കേജിൽ ഇത് ഈക്വലായിട്ട് നിൽക്കണതുകൊണ്ട് ഇതൊരു മോസ്റ്റ് സ്റ്റേബിളായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതിന് പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മെറ്റ ഐസോമർ നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഈ ഒരു മെറ്റ ഐസോമർ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, തെർമൽ റീഅറേഞ്ച്മെൻറ്റ് നടത്തുമ്പോൾ ഹൈ ടെമ്പറേച്ചർ കൊടുക്കണം. മറ്റേത് നമ്മൾ ഒരു മീഡിയം ടെമ്പറേച്ചർ 400 to 500 ഡിഗ്രി സെൽഷ്യസ് ആണ് കൊടുത്തത്. പക്ഷേ ഇവിടെ ഹയർ ടെമ്പറേച്ചർ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തെർമലി റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുക മെറ്റ ഐസോമറിനെ. അപ്പോൾ നമുക്ക് പാരാ ഐസോമർ കിട്ടും. പിന്നെ ഇതിൻ്റെ 17C2B10H12 അതിനെ ഹീറ്റ് ചെയ്യാണ് ഗ്രേറ്റർ ദാൻ 600 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്, 700 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് നമുക്ക് ഓൾമോസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പാരാ കിട്ടും. ഇനി നമ്മൾ നെക്സ്റ്റ് പറയണത് അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള അസിഡിറ്റി ഓഫ് ഹൈഡ്രജൻ ആറ്റം പ്രസൻറ്റ് ഇൻ കാർബോറൈൻ ആണ്. അഥവാ ഡൈകാർബ ക്ലോസോ ഡോഡെക്ക ബുറൈൻ ഇക്കോസാഹെഡ്രൽ ക്ലോസോ ബോറോൺ carbon clusters. Each carbon and boron atom bears one hydrogen, hence there are 2 types of hydrogen bonds. അതായത് ഡൈകാർബ ക്ലോസോ ഡൊഡെക്ക ബൊറൈൻ, അതായത് C2B10H12 എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഇക്കോസാഹെഡ്രൽ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ള ക്ലോസോ ബോറോൺ കാർബൺ ക്ലസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ ഓരോ കാർബണും ഓരോ ആറ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജനെ ബിയർ ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ ഓരോ കാർബണിൻ്റെ കൂടെയും ഓരോ ഹൈഡ്രജൻ്റെ കൂടെയും ഓരോ ബോറോണിൻ്റെ കൂടെയും ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ അതിൽ 2 ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ഉണ്ട്, CH ഹൈഡ്രജനും BH ഹൈഡ്രജനും. CH ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ കൂടെയുള്ള ഹൈഡ്രജന്, BH ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ബോറോണിൻ്റെ കൂടെയുള്ള ഹൈഡ്രജന്. നമുക്കറിയാം 2 കാർബണാണുള്ളത്, അപ്പോൾ 2 കാർബണിൻ്റെ കൂടെ ഓരോ ഹൈഡ്രജൻസ് വരും. പിന്നെ ബോറോൺ എന്ന് പറഞ്ഞാൽ C2B10 ആണ്, അപ്പോൾ 10 ബോറോൺസിൻ്റെ കൂടെ ഹൈഡ്രജൻസ് വരുന്നുണ്ട്. ഇനി CH കേജ് ഹൈഡ്രജൻസ് ആണ് പറയുന്നത്. ആദ്യം CHൻ്റെ കേസാണ് പറയുന്നത്. ദ ഹൈഡ്രജൻ ആറ്റംസ് അറ്റാച്ച്ഡ് ഡയറക്ട്ലി ടു കാർബൺ ആറ്റം ഇൻ ദ കാർബോറൈൻ കേജ് ആർ നോട്ടബിളി അസിഡിക് ഫോർ എ ഹൈഡ്രോകാർബൺ വിത്ത് എ pKa വാല്യൂ അറൗണ്ട് 23 ഫോർ ഓർത്തോ കാർബോറൈൻ. അതായത് ഓർത്തോ കാർബോറൈന് pKa വാല്യൂ അസിഡിറ്റി 23 ആണ്. പിന്നെ ദ അസിഡിറ്റി ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഗ്രേറ്റർ ദാൻ ഫോർ കൺവെൻഷണൽ ഓർഗാനിക് ഹൈഡ്രോകാർബൺ ലൈക്ക് ആൽക്കെയിൻ, ആൽക്കീൻ ആൻഡ് ആൽക്കൈൻസ്. The exceptional acidity of CH bond arises from the stability of resulting carbonyl anion, the cage structure, which is a 3-dimensional aromatic system. Delocalize the negative charge over the entire boron-carbon framework. This sigma aromaticity is much more effective at stabilizing the conjugate base than the resonance stabilization found in typical aromatic organic compounds. ഇത് ഈ ആസിഡിറ്റിക്ക് കുറേ കോമ്പൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ കുറേ എഫക്റ്റ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്. അതായത് ഐസോമറിന് ഈ ഒരു അസിഡിറ്റിൻ്റെ കാര്യത്തിൽ എഫക്റ്റ് ഉണ്ട്. ഇനി എഫക്റ്റ് ഓഫ് ഐസോമർ ആണ് പറയുന്നത്. അസിഡിറ്റി ഓഫ് CH ഹൈഡ്രജൻ ഓൾസോ വേരി വിത്ത് ഐസോമർ. ഐസോമർ നമ്മൾ മാറ്റും തോറും, മെറ്റ ആക്കുമ്പോഴും പാലാക്കുമ്പോഴൊക്കെ നമ്മൾ മാറ്റും തോറും അസിഡിറ്റിയിൽ എന്തുണ്ട്, ഈ CH ഹൈഡ്രജൻ്റെ അസിഡിറ്റി മാറുന്നുണ്ട്. ഓർത്തോ കാർബോറൈൻ ഈസ് മോർ അസിഡിക് ദാൻ മെറ്റ കാർബോറൈൻ. ഓർത്തോ ആണ് ഏറ്റവും കൂടുതൽ അസിഡിക് കമ്പയർഡ് ടു മെറ്റ എന്ന് പറയുന്നത്. കാരണം ഓർത്തോൻ്റെ pKa വാല്യൂ 23 ആണ്, പക്ഷേ മെറ്റയുടെ pKa വാല്യൂ 28 ആണ്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസ് എഫക്റ്റ് ഉണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് മാറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, CH ബോണ്ടിൻ്റെ അസിഡിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ട്. മോഡിഫൈയിങ് കാർബോറൈൻ കേജ് വിത്ത് എ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എസ്പെഷ്യലി ഹാലോജൻ can further increase the acidity of CH bonds by increasing the overall electron deficiency of cage. നമുക്കറിയാം ഹാലോജനൊക്കെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യും, അസിഡിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസിന് കഴിയും. സെക്കൻഡ് വൺ ആണ് BH കേജ് ഹൈഡ്രജൻസ്. BH കേജ് ഹൈഡ്രജൻസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻസ് ദാറ്റ് ഈസ് ബോണ്ടഡ് ടു ബോറോൺ ആറ്റംസ്. അതെന്ന് പറഞ്ഞാൽ CH ഹൈഡ്രജനേക്കാൾ അസിഡിറ്റി കുറവാണ് BH ഹൈഡ്രജൻസിന്. ഇൻ ഓർത്തോ കാർബോറൈൻ
boron atom have a partial positive charge which make boron hydrogen bond less acidic and susceptible to electrophilic rather than. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ BH ഹൈഡ്രജനേക്കാൾ കൂടുതൽ അസിഡിക് CH ഹൈഡ്രജനാണ്. കാരണം BH ഹൈഡ്രജനിൽ എന്തുണ്ട്, ഒരു ബോറോൺ ആറ്റത്തിൽ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു, ലെസ് അസിഡിക് ആക്കുന്നു. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് സാൻഡ്വിച്ച് ടൈപ്പ് മെറ്റാലോ കാർബറൈൻസിനെ പറ്റിയിട്ടുള്ളൊരു ബ്രീഫ് അക്കൗണ്ട്. സാൻഡ്വിച്ച് ടൈപ്പ് മെറ്റാലോ കാർബറൈൻസ് ആർ ഓർഗാനോമെറ്റാലിക് ക്ലസ്റ്റർ കോമ്പൗണ്ട്സ് ആണ്. അതിൽ ഒരു കോമ്പൗണ്ട്, ഒരു അയോണീസ്, ഒരു ആറ്റമോ ഒരു അയോൺ എന്ത് ചെയ്യുന്നത്, രണ്ട് കാർബറൈൻസിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് ചെയ്യപ്പെടുന്നുണ്ട്. അത് എന്താണ്, ഫെറോസീനിന് സിമിലർ ആണെന്നാണ് പറയുന്നത്. മെറ്റാലോ കാർബറൈൻസിൽ ലിഗൻസ് ആർ പോളിഹെഡ്രൽ കാർബറൈൻ ക്ലസ്റ്റേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലനാർ റിങ്സ്. ഇവിടെ പ്ലനാർ റിങ്സ് ആണ് കാണപ്പെടുന്നത്. പക്ഷേ മെറ്റാലോ കാർബറൈൻസിൽ നമ്മൾ ഫെറോസീനിൽ പ്ലനാർ റിങ്സ് ആണ് കാണപ്പെടുന്നത്. അതിൻ്റെ ഇടയിലാണ് Fe2+ വരുന്നത്. മെറ്റാലോ കാർബറൈൻസിൻ്റെ കേസിൽ ലിഗൻസ് ആർ പോളിഹെഡ്രൽ കാർബറൈൻ ക്ലസ്റ്റേഴ്സ് ആണ്. ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ സ്ട്രക്ചർ, അതിലെന്തുണ്ട്, ഒരു മെറ്റൽ ആറ്റം ഉണ്ട് ബിറ്റ്വീൻ 2 കാർബറൈൻ കേജസ് ഫോമിങ് എ മെറ്റൽ കാർബറൈൻ ടൈപ്പ് സ്ട്രക്ചർ. ഈ ഒരു മെറ്റൽ ആറ്റം എന്ത് ചെയ്യും, ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോണായിട്ടോ അല്ലെങ്കിൽ സിഗ്മ ഇലക്ട്രോണായിട്ടോ ഒക്കെ ഇൻട്രാക്ഷൻ നടത്തും. അതുപോലെ തന്നെ ബോണ്ടിങ് ഇൻവോൾവ് മെറ്റൽ ബോറോൺ ആൻഡ് മെറ്റൽ കാർബൺ ഇൻട്രാക്ഷൻ. അതിൽ മെറ്റൽ നമുക്കറിയാം ബോറോണായിട്ടും കാർബണായിട്ടും, കാർബണുണ്ട് ബോറോണുണ്ട്, കാർബറൈൻ ആണല്ലോ. അപ്പോൾ അതായിട്ടും ഇൻട്രാക്ഷൻ നടത്തുന്നുണ്ട്. അത് ഭയങ്കര സിമെട്രിക്കാണ്, 3D പിക്ചറാണ്. കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബോണ്ടിങ് സ്റ്റെബിലിറ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ആനയോൺസ് ഓഫ് കാർബറൈൻ സച്ച് ആസ് C2B9H11 2- form sandwich compound with a metal ion known as bis dicarbolide when 1,2 and 1,7 dicarboxylododecaborane is heated with ആൽക്കോക്സൈഡ് അയോൺസ്. നമ്മുടെ കാർബറൈൻ നമ്മൾ ഓർത്തോ ആൻഡ് മെറ്റാ കാർബറൈൻ നമ്മൾ ആൽക്കോക്സൈഡ് അയോൺസ് ആയിട്ട് ഹീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ബിസ് ഡൈകാർബോളൈഡ്സ് എന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, കാർബറൈൻസിൻ്റെ ആനയോൺസ് ആണ്. പിന്നെ ഇത് റിയാക്ഷനാണ്. അതുപോലെ തന്നെ മെറ്റാലോ കാർബറൈൻസ് ആർ മെറ്റൽ കോംപ്ലക്സ് വേർ കാർബറൈൻസ് അറ്റ് ലിഗാൻഡ്സ് with at least one metal atom incorporated in the cage framework. They are inorganic polyhedral clusters which contain carbon, boron and hydrogen and metal ion in different combination. അതുപോലെ തന്നെ ഹാത്തോം ആൻഡ് കോവർക്കേഴ്സ് ഫസ്റ്റ് സിന്തസൈസ്ഡ് മെറ്റാലോ കാർബറൈൻസ്. മെറ്റാലോ കാർബറൈൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഹാത്തോം ആൻഡ് കോവർക്കേഴ്സ് ആണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. eta5 78 C2B9H11 2Fe2-. In this, a metal atom is sandwiched between 2 dicarba units. പിന്നെ ഇതെന്താണ്, ഐസോലോബൽ വിത്ത് സൈക്ലോപെൻഡഡൈനൽ ലിഗാൻ ലൈക്ക് ഫെറോസിനെ പോലെ തന്നെ ഇത് ഐസോലോബലാണ്. ഇതിൻ്റെ സ്ട്രക്ചറാണ് എക്സാമ്പിൾസിന് വെച്ചാൽ ക്ലോസോ 12 C2B10H12, നിഡോ 78 C2B9H12- സ്ട്രക്ചേഴ്സാണ് പറയണത്. പിന്നെ സിന്തസിസിന് കുറച്ച് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് സിന്തസൈസ് ചെയ്യണത്. 2 മെത്തേഡ് 3 മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോപ്പർട്ടീസ്, മെനി നോവൽ ക്ലസ്റ്റർ കോമ്പൗണ്ട്സ് ക്യാൻ ബി പ്രിപ്പയർഡ്. ഇതിന് മെറ്റാലോ കാർബണേഴ്സിൻ്റെ പ്രോപ്പർട്ടീസാണ്. നമുക്ക് എന്ത് ചെയ്യാം, കുറേ ക്ലസ്റ്റർ കോമ്പൗണ്ട്സിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ലെസ് റിയാക്ഷൻ ദാൻ മെറ്റാലോസീൻ ആൻഡ് ടെൻഡ് ടു സ്റ്റെബിലൈസ് ലൈറ്റർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ്. അതെന്താണ്, ലെസ് റിയാക്റ്റീവ് ആണ് കമ്പയർഡ് ടു മെറ്റാലോസീൻ. സ്റ്റെബിലൈസ് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഏർലി ട്രാൻസിഷൻ മെറ്റൽസ് ആൻഡ് കോംപ്ലക്സ് ഓഫ് ടൈറ്റാനിയം. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ടു ഗ്ലോസോ, നിഡോ, അരാക്കിനോ സ്ട്രക്ചേഴ്സ്. ഇതിൽ B6H12 നോക്കുകയാണെങ്കിൽ അതിന് നമുക്ക് കോമൺ ആയിട്ട് BHന് നമുക്ക് B6 എണ്ണാണുള്ളത്, ബോറോൺ 6 ഉണ്ടാകും. നമുക്ക് അതിൽ ഹൈഡ്രജനെ 6 എടുക്കാം, അപ്പോൾ BH6 എടുക്കാം, ബാക്കി ഹൈഡ്രജനെ പുറത്ത് എഴുതി. അപ്പോൾ ബീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ബീൻ്റെ വാല്യൂ 2 ആണ്, കാർബണിൽ 3 ആണ് നമ്മൾക്കറിയാം. അപ്പോൾ
6 ബോറോൺ ഉണ്ട്. അപ്പം 6 × 2, 6 BH ഉള്ളതുകൊണ്ട് തന്നെ BHൻ്റെ വാല്യൂ 2 ആണ്, CHൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 6 BH ഉള്ളതുകൊണ്ട് തന്നെ 6 × 2 കൊടുത്തു. പ്ലസ് ഹൈഡ്രജൻ്റെ വാല്യൂ 1 ആണ്, അപ്പോൾ 6 × 1 കൊടുത്തു. അപ്പോൾ 6, അപ്പോൾ 18 + 6 എന്ന് കിട്ടി 24. 24 എന്ന് പറഞ്ഞാൽ 12 പെയർ ഓഫ് ആണ്. അപ്പോൾ n+6 ആണ്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 + 6 12 ആണ്. അങ്ങനെയാണ് ഈ 12 പെയർ എന്ന് കിട്ടിയത്. അതുകൊണ്ട് അരാക്വിനാണ്. അതുപോലെ തന്നെ ഈ എല്ലാ കോമ്പൗണ്ട്സും നോക്കിയതാണ്. B5H11 നോക്കുകയാണെങ്കിൽ 5 ബോറോൺ ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ 11ൽ നിന്ന് 5 നമ്മൾ അതിൻ്റെ കൂടെ പെയർ ചെയ്തു, BH5 എന്ന് എഴുതി. ബാക്കിയുള്ള 6 ഹൈഡ്രജനെ പുറത്തെഴുതി. അപ്പോൾ ബോറോൺ ആയതുകൊണ്ട് 2 കൊടുക്കണം. 2 × 5 + 6 × 1 10 + 6 കിട്ടി 16 ആണ്. 16 എന്ന് പറഞ്ഞാൽ 18 പെയേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ 8 കിട്ടണമെങ്കിൽ എന്താണ്, 8 പെയർ കിട്ടണമെങ്കിൽ N5 ആണ് നമുക്കറിയാം. കാരണം നമ്പർ ഓഫ് ബോറോൺ ആൻഡ് കാർബൺ ആണ് N എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ബോറോൺ 5 എണ്ണാണുള്ളത്. അപ്പോൾ N = 5 ആണ്. അപ്പോൾ 8 ആണ്. 8 പെയേഴ്സ് എന്ന് 5 + 3 ആണ്. അപ്പോൾ N+3 ഫോമിലാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് ഇത് അരാക്കിനാണ്. അതുപോലെ B5H9 നോക്കുകയാണെങ്കിൽ B5H9 ആണെന്ന് 5 ഹൈഡ്രജൻ എടുത്താൽ പെയർ ചെയ്തു, ബാക്കി 4 ഹൈഡ്രജനെ പുറത്തെഴുതി. ബോറോൺ ആയതുകൊണ്ട് 2 × 5 N2 ആണ്. പ്ലസ് 4 × 1 14 കിട്ടി. 14 ആകുമ്പോൾ 7 പെയേഴ്സാണ്. 7 പെയേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ N5 ആണ്, കാരണം ബോറോൺ 5 എണ്ണമാണുള്ളത്. അപ്പോൾ N5 എഴുതുമ്പോൾ N+2 ആണ് 7 എന്ന് കിട്ടുന്നത്. അപ്പം 5+2 ഫോമിലാണ്. N+2 ഫോമിലായതുകൊണ്ട് നീഡോ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സെമിനാർ ടോപ്പിക്ക്.